നമസ്കാരം, ഞാൻ വിഷ്ണു. നമ്മുടെ ചാനലിലെ വീഡിയോകൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗിർ പശുവിൻ്റെ പാലിനെ കുറിച്ചാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പാലും പാലുൽപ്പന്നങ്ങളും വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കും വളരെയധികം കൊടുക്കുന്നൊരു പ്രൊഡക്റ്റാണ് പാല്. അപ്പോൾ ഇന്ന് നമ്മൾ ഗിർ പശുവിൻ്റെ പാലും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ അറിയുന്നത്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാടൻ പശുക്കളുടെ പാലിനെ കുറിച്ചാണ്. പശുവിൻ പാലിൽ 2 തരം പ്രോട്ടീനുകളാണുള്ളത്. A1 പ്രോട്ടീനും A2 പ്രോട്ടീനും. പാശ്ചാത്യ പശുക്കളുടെ പാലിൽ A1 പ്രോട്ടീനുകളാണുള്ളത്. ഇന്ത്യയിൽ കാണുന്ന നാടൻ പശുക്കളുടെ പാലിൽ മാത്രമാണ് A2 പ്രോട്ടീൻ ഉള്ളത്. ഈ പാൽ അമ്മയുടെ മുലപ്പാലിനു തുല്യമാണ്. എല്ലാ ഭാരതീയ നാടൻ പശുക്കളുടെയും പാൽ A2 പ്രോട്ടീൻ ആണെങ്കിലും ഇവയുടെ ഗുണസവിശേഷതകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗിർ പശുക്കളുടെ പാലിൻ്റെ പ്രധാന ഗുണസവിശേഷതകൾ എന്തൊക്കെയെന്നാണ്. ഗിർ പശുക്കളിൽ 8 മുതൽ 25 ലിറ്റർ വരെ ആണ് ശരാശരി പാൽ ഉൽപ്പാദനം. എങ്കിലും പൊതുവെ കാണുന്ന ഗിർ പശുക്കളിൽ 12 മുതൽ 15 ലിറ്റർ വരെയാണ് പാലുൽപാദനം. അപൂർവമായി ചില ഗിർ പശുക്കളിൽ 25 ലിറ്റർ വരെ പാൽ ഉൽപാദനം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഏതിനത്തിൽപ്പെട്ട പശുവിൻ പാലിൻ്റെയും ഗുണനിലവാരം ചില പ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അവയിൽ ഏറ്റവും പ്രധാനമാണ് പശുക്കൾക്ക് നൽകുന്ന ആഹാരം. നൽകുന്ന ആഹാരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നാടൻ പശുക്കൾ പാലിലൂടെ നമുക്ക് തിരികെ നൽകുന്നു. ഇത് വളരെ ശ്രദ്ധേയമാണ്. പശുക്കൾക്ക് നൽകുന്ന ആഹാരം ഗുണനിലവാരമില്ലാത്തതോ മായം കലർന്നതോ ആണെങ്കിൽ ആ പശുവിൻ്റെ പാലും ഗുണനിലവാരം കുറഞ്ഞതാവും. പശുക്കളുടെ തലമുറകളുടെ ഗുണനിലവാരം അനുസരിച്ചും പാലിൻ്റെ ഗുണത്തിൽ വ്യത്യാസം വരും. പാലുകളിൽ ഏറ്റവും സ്വാദിഷ്ടമായ പാൽ ഗിർ പശുവിൻ്റേതാണ്. ഗിർ പശുക്കളുടെ പാൽ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, വിറ്റമിൻ എ, ഡി എന്നിവയാൽ സമ്പന്നമാണ്. ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. മറ്റു സങ്കരയിനം പശുക്കളുടെ പാലിനെ അപേക്ഷിച്ച് ഇത് എളുപ്പത്തിൽ ദഹിക്കുന്നതും വയറിന് മൃദുവായതുമാണ്. ഇതിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഈ പാലിൽ ആരോഗ്യകരമായ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നല്ല കൊഴുപ്പിനെ മെച്ചപ്പെടുത്തുവാനും ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കുവാനും സഹായിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും ഈ പാലിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിൻ്റെ ഉപയോഗം രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അസ്ഥികളുടെ ബലക്ഷയം, അസിഡിറ്റി മൂലമുണ്ടാകുന്ന പുളിച്ചിത കിട്ടൽ എന്നിവയെ തടയാനും ഇവയ്ക്കുള്ള ചികിത്സയ്ക്കായും ഈ പാൽ വളരെ നല്ലതാണ്. നാടൻ പശുക്കളിൽ താരതമ്യേന വലിയ ഹമ്പുകളാണ് ഗിർ പശുക്കൾക്ക്. ഈ ഹമ്പുകളിലൂടെ വിഷാംശം ഒഴികെയുള്ള സൂര്യരശ്മികളെ ആഗിരണം ചെയ്ത് കരോട്ടിൻ അംശത്തെ ഉൽപ്പാദിപ്പിച്ച് ഇത് പാലിലൂടെ ഗിർ പശുക്കൾ നമുക്ക് പകർന്നു നൽകുന്നു. ഈ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നാടൻ പശുക്കളുടെയും പ്രത്യേകിച്ച് ഗിർ പശുക്കളുടെയും പാലിന് മഞ്ഞ നിറം ഉണ്ടാകുന്നത്. ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വളരെ ഉത്തമമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വേറൊരു പശുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നന്ദി.